നമുക്കിനി കോട്ടയത്തേക്കൊന്ന് പോകാം. അവിടെ കോട്ടയം ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ശക്തമായ വെള്ളക്കെട്ടിന് മാറ്റമില്ല. കുമരകം കോട്ടയം റോഡിൽ വെള്ളം കയറി തടസ്സപ്പെട്ട ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. രാവിലെ മുതൽ ജില്ലയിൽ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. 141 ക്യാമ്പുകളിലായി 6416 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അഖിൽ കെ ഉണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. തീരെ വെള്ളം ഇറങ്ങിപ്പോകാത്ത സാഹചര്യമാണോ? ഒപ്പം മഴ ശക്തമായാണോ ഇപ്പോൾ പെയ്യുന്നത്? മഴ വീണ്ടും രാവിലെ മുതൽ തന്നെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയൊന്നും കാര്യമായി മഴ പെയ്തിരുന്നില്ല. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും മഴ വീണ്ടും കനത്തു തുടങ്ങി എന്നുള്ളതാണ്. വെള്ളക്കെട്ടിന് വലിയ മാറ്റമില്ല. പക്ഷേ ഒരു ചെറിയ തോതിൽ ഒരുപക്ഷെ നമുക്ക് കാണിക്കാൻ കഴിയും. ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഈ ഇറങ്ങിയ ഭാഗം, അതായത് ഈ കോട്ടയം കുമരകം റോഡാണ്. ഈ റോഡിന്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഉയർച്ചയുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വെള്ളമില്ലാത്തത്. ഇന്നലെ ഇവിടെ കൂടി ഇതിന് മുകളിലേക്ക് കൂടി വെള്ളം കയറിയിരുന്നു. പക്ഷേ ഈ ഇത്രത്തോളം വെള്ളം മാത്രം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതായത് നമുക്കതിൽ ഒരു ചെറിയ അളവ് മാത്രമാണ്. അതായത് ഇവിടേക്ക് പൂർണ്ണമായി ഇത് മൂടിയിരുന്നു. ഈ ഒരു ഉയർച്ചയുള്ള ഭാഗം ഇത് കവർ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അവിടെ ഗതാഗതം അടച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കുറച്ച് അപ്പുറത്തേക്ക് ഈ കോണുകളും മറ്റുമൊക്കെ വെച്ച് റോഡ് ഗതാഗതം പൂർണ്ണമായും അടച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിന് മുൻപിലേക്ക് പോകുമ്പോൾ അരയോളമൊക്കെ വെള്ളമുള്ള ഭാഗങ്ങൾ, ഇത് വരയ്ക്ക് മുകളിലേക്ക് വെള്ളം വരുന്ന ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആകെ ഈ ബസ് അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നത് ഇതിന് മറുവശത്ത് ഈ തിരുവാതിക്കൽ ഭാഗത്ത് മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ മീനച്ചിലാർ ഇരു കരയും ഒഴുകി പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന താഴത്തങ്ങാടിയാണ്. ഇതിന് മറുവശമാണ് കുമ്മനം എന്ന് പറയുന്നത്. കുമ്മനത്തേക്കും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതിന്റെ ഒരു കണക്ക് തന്നെയാണ്. 141 ക്യാമ്പുകളെ 6400-ലധികം ആളുകളെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അത്രത്തോളം, അതായത് ഇന്നലെ അത് 3700 ആയിരുന്നു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 3000-ലധികം ആളുകളുടെ എണ്ണം, 3000-ഓളം ആളുകളുടെ അധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം വന്നു. അതായത് ഇന്നലെ വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കായൽ കാര്യമായി വെള്ളം എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഒരു 2 ദിവസത്തോളം ഒക്കെ വലിയ മഴ പെയ്തില്ലെങ്കിൽ വെള്ളം താഴേണ്ടതാണ്. കാരണം മീനച്ചിലാറിൽ, പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ മീനച്ചിലാറിൽ ജലനിരപ്പ് കുറവാണ്. പക്ഷേ ഈ കോട്ടയം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കാര്യമായി വെള്ളം താഴുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 2 ദിവസമായും ഒരേ നിലയിൽ വെള്ളം നിന്ന് പോകുന്നത്, കായൽ എടുക്കുന്നത് കുറവാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. വലിയ പ്രതിസന്ധി ഇതിന് മുൻപിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒപ്പം തന്നെ ഇന്നലെ AC റോഡിലേക്ക് അടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. 2018 പ്രളയ സമയത്ത് മാത്രമാണ് അത്തരത്തിൽ AC റോഡിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി പോലും ഉണ്ടായിരിക്കുന്നത്. ആ കാര്യങ്ങൾ വീണ്ടും, ആ ഒരു അവസ്ഥ വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണുള്ളത്. ഇവിടെയുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം ഇതിനോടകം കയറുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയും പാലായിലും ഒക്കെ ഒരു ആശ്വാസം വന്നു തുടങ്ങിയെങ്കിൽ ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ യാതൊരുവിധ ആശ്വാസവും ഇല്ല എന്നുള്ളതാണ്. കാരണം പഞ്ചായത്തുകളുടെ എണ്ണം എടുത്താൽ തന്നെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുമ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിലായി. ഒപ്പം തന്നെ കുമരകം, തിരുവാർപ്പ്, അയമനം, ആർപ്പൂക്കര, വിജയപുരം തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം വാർഡുകളും വെള്ളത്തിനടിയിലാണ്. ചുരുങ്ങിയ ചില സ്ഥലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കണ്ട പഞ്ചായത്തുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്നും വെള്ളം തിരികെ ഇറങ്ങിയിട്ടുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾ വീടുകളിലുണ്ട്. അവരൊക്കെ മരണം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവർ വീടുകൾ വെള്ളം കയറ്റില്ല. പക്ഷേ അവർക്ക് പുറത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാനൊന്നും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇന്നലെയൊക്കെ NDRF-ന്റെ 2 യൂണിറ്റ് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇന്നലെയും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ രീതിയിൽ മഴ തുടരുകയാണ്. അതായത് ഇന്നലെ രാത്രിയൊന്നും കാര്യമായി മഴ പെയ്തിരുന്നില്ല. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും മഴ തുടരുന്ന സാഹചര്യമാണ്. ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കോട്ടയത്തെ പടിഞ്ഞാറ് മേഖലയിലാണ് മഴക്കെടുതി ഇപ്പോൾ രൂക്ഷമായി തുടരുന്നത്. വെള്ളക്കെട്ടൊക്കെ ഇപ്പോഴും തുടരുകയാണ്. വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമൊക്കെയുണ്ട്. ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ്. അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.